നമസ്കാരം. മഹാഭാരതം ദർശന വിമർശനം എന്ന് പറയുന്ന ഈ പരിപാടി 9 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ അതൊരു 10ാമത്തെ എപ്പിസോഡ്. ഈ 9 എപ്പിസോഡിൻ്റെയും ആകെ തുക പറയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഈ 9 കഴിഞ്ഞ 9 എപ്പിസോഡുകളിൽ ഉള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് പകർത്താൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചിട്ട് പറയാം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് ആ വിഷയം ഒന്ന് ചേഞ്ച് ചെയ്യണം. മഹാഭാരത പുരാണ ഇതിഹാസം അല്ല ഇന്നത്തെ വിഷയം. അതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം മധുരയിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ഈ എൻ്റെ തന്നെ ഫീൽഡിലുള്ള ഈ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമ. അത് സ്റ്റോറി ഞാനത് തിരക്കഥയാക്കി. അത് സിനിമയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പോയതാണ് മധുരയിൽ. എൻ്റെ ഒരു സുഹൃത്ത് വഴി ആണ് മധുരയിൽ കണക്ട് ചെയ്ത് അവിടെ ഒരു പ്രൊഡ്യൂസറെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞാനും എൻ്റെ നമ്മുടെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ അനുജൻ, അല്ലെങ്കിൽ ഏത് ഗണത്തിൽ പെടുത്താൻ കഴിയുന്ന ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, മുജീബ് എന്നാണ്. ഞാനും അവനും കൂടി പോയി. അപ്പോൾ അവിടെ ഈ മധുരയിൽ കണക്ട് ചെയ്യാനായിട്ട് വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മധുരയിൽ നമ്മൾ ഈ ചെന്ന സ്ഥലം പളനി ക്ഷേത്രം നിൽക്കുന്നതിൽ നിന്നും 2.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ആ സ്റ്റോറി പറഞ്ഞു. അവർ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സ്റ്റോറി പറഞ്ഞു. അത് വളരെ താല്പര്യത്തോടു കൂടി അതിൻ്റെ ഒരു ഡിസ്കഷൻ, ഒരു നല്ല രീതിയിലുള്ള ഡിസ്കഷനൊക്കെയാണ് അവിടെ നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മുരുകനെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. മുരുക ഭഗവാനെ കാണാൻ എന്തായാലും താല്പര്യം ഉണ്ടാവുമല്ലോ, അതാർക്കാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മല കയറി മൃഗഭഗവാനെ കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്. നമുക്കങ്ങനെ എൻ്റെ യാത്രയുടെ വിവരണമെന്നൊന്നും പറയാനില്ല. മുരുകഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ വിവരങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പോകുന്നതിൽ കുറേ ഗുണമുണ്ട്. മിക്ക ആളുകൾക്കും ഇവിടെ നിന്നും പോകുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും പോകുന്ന ആളുകൾക്ക് ഈ മുരുകഭഗവാനെ ദർശിക്കുക, തലമുണ്ടനം ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ, അവിടുത്തെ ചരിത്ര പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ്, അത്തരം ഡീപ്പായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കൊന്നും ആരും നിൽക്കുമല്ലോ. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അതിന് നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ മുരുകഭഗവാനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ മുരുകഭഗവാനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അത് പറയാം. മുരുകഭഗവാന്റെ വിഗ്രഹം, അവിടെ ആ വിഗ്രഹം നിർമ്മിക്കുന്നതും അവിടെ പ്രതിഷ്ഠിച്ചതും ഭോഗർനാഥ സിദ്ധരാണ്. അതായത് 18ഓളം സിദ്ധർ. ആദ്യകാലങ്ങളിൽ 7 സിദ്ധന്മാരായിരുന്നു. പിന്നീട് അത് 9 സിദ്ധന്മാരായി, നവസിദ്ധന്മാരായി. അത് നവഗ്രഹങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടിട്ടാണ് ആ നവസിദ്ധന്മാരെ സംബന്ധിച്ച് പറയുന്നത്. ഈ നവസിദ്ധന്മാരൊക്കെ കൂടി പിന്നീട് 18 സിദ്ധന്മാരായി മാറും. ഈ 18 സിദ്ധന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അഗസ്ത്യമുനി മുതൽ തുടങ്ങുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നന്ദികേശൻ മുതലാണ് ഈ സിദ്ധന്മാരുടെ ഇത് തുടങ്ങുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മേരുപർവ്വതമാണ്. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ തന്നെ ഒരു ഭാഗത്താണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചത് എവിടെ എത്തൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ 18 സിദ്ധന്മാരുടെയും ഏരിയ എന്ന് പറയുന്നത് ശംഭാല എന്ന് പറയുന്ന ആ ഒരു മേഖലയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ വേറെ രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ശംഭാല എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ 18 സിദ്ധന്മാരിൽ ആ ഒരു ലിസ്റ്റ് പറയുന്നത് ഈ അഗസ്ത്യ മഹർഷിയാണ്, അഗസ്ത്യമുനിയാണ് അതിന് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ നന്ദികേശൻ മുതലാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിങ്ങനെ നമ്മൾ ആ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അഗസ്ത്യരുണ്ട്, ഭോഗർ സിദ്ധരുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാണി സിദ്ധരുണ്ട്,
പുലിപ്പാണി സിദ്ധർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഇപ്പോൾ ഈ പുലിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് ഈ പുലിപ്പാണി സിദ്ധർ എന്ന് അദ്ദേഹത്തിന് ആ ഒരു വിളിപ്പേര് കിട്ടിയത് തന്നെ. ഈ ഭോഗർസിദ്ധരുടെ ഒരു അരുമ ശിഷ്യൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ശിഷ്യഗണത്തിൽപ്പെട്ട, എന്നാൽ ഏറെ എന്താ പറയാ, ഇവരൊക്കെ മഹാത്മാക്കളെന്ന് നമുക്ക് പറയാൻ, അതിനും അപ്പുറത്തേക്കുണ്ടെങ്കിൽ അതിനും അപ്പുറത്തേക്ക് പറയാനേ പറ്റൂ. പുലിപ്പാണി സിദ്ധർ, പിന്നെ തിരുമൂലർ സിദ്ധർ, അതുപോലെ പിന്നെ രാമദേവർ സിദ്ധർ, പിന്നെ ഇടൈക്കാടർ സിദ്ധർ, കരൂരർ സിദ്ധർ, കാലമുനി, അങ്ങനെ കൊങ്കണർ സിദ്ധർ, കുദംബൈ സിദ്ധർ, സട്ടമുനി സിദ്ധർ, പിന്നെ കോരക്കർ സിദ്ധർ, പിന്നെ പതഞ്ജലി സിദ്ധർ, പാമ്പാട്ടി, ധന്വന്തരി, നന്ദീശ്വരർ സിദ്ധർ, മത്സ്യമുനി സിദ്ധർ, സുന്ദരാനന്ദർ സിദ്ധർ, ഇങ്ങനെ വരുന്നൊരു 18 പേരടങ്ങുന്ന ആ സിദ്ധന്മാരുടെ ഒരു ലിസ്റ്റാണ്. അതിലാണ് ഈ ഭോഗർ സിദ്ധർ പിന്നെ 2ാമതോ 3ാം സ്ഥാനത്തിലോ വരുന്ന ഭോഗർ സിദ്ധർ. ഈ ഭോഗർ സിദ്ധരുടെ ശിഷ്യനാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാൻ കഴിയുന്ന നമ്മുടെ മഹാവതാർ ബാബാജി. ഭോഗർ സിദ്ധരുടെ ശിഷ്യനാണ്. ഈ മഹാവതാർ ബാബാജിയെ സംബന്ധിച്ചിട്ട് കേരളത്തിലുള്ള ആളുകൾ അറിയുന്നത് നമ്മുടെ ഈ ഓട്ടോബയോഗ്രാഫിക് ഓഫ് യോഗ പരമഹംസരുടെ, അതിലൂടെയാണ് മിക്ക ആളുകളും മഹാവതാർ ബാബാജിയെ സംബന്ധിച്ചിട്ട് അറിയാൻ തുടങ്ങിയത്. കേരളത്തിലുള്ള ആളുകൾ, നേരത്തെ ഉള്ള ആളുകൾക്കൊക്കെ ധാരാളം അറിയാം. പിന്നെ ശ്രീയമ്മിൻ്റെ ഹിമാലയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ ആ ഒരു ബാബാജിയെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 18 സിദ്ധന്മാരെ സംബന്ധിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് വലിയ ഒരു പിടുത്തമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അത് പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഭോഗർ സിദ്ധർ ഈ തമിഴ്നാട്ടിൽ ഈ പറയുന്ന മധുരയിൽ ഈ മലയിലേക്ക് വന്ന് അവിടെ വന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രസവാദ വിദ്യ, അത് നല്ല 1ാം തരം ആൽക്കമിസ്റ്റ് ആണ് അദ്ദേഹം. കാരണം ഈ നവപാഷാണ വിഗ്രഹമാണത്. 9 പാഷാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വിഗ്രഹമാണ്. അദ്ദേഹം തന്നെ നിർമ്മിച്ചു, അദ്ദേഹം തന്നെയാണ് അവിടെ. ഇതിനു മുൻപ് ഈ മുരുകഭഗവാന്റെ വിഗ്രഹം അവിടെ നിർമ്മിക്കുന്നതിന് മുൻപ് വേറെ ഒരു ഈ ഭൈരവ വിഗ്രഹം അദ്ദേഹം നിർമ്മിച്ചതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായില്ല. അത് ഈ നവപാഷാണങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പാഷാണങ്ങൾ കൊണ്ട് അത് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഔഷധമായി മാറിയില്ല. അതിപ്പോഴും പാഷാണമായി തന്നെ നിലനിൽക്കുന്നു, ഈ വിഷാംശമായിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ സ്പർശിക്കാതെയാണ് അതിൽ പൂജ നടത്തുന്നത്. അതവിടെയല്ല കേട്ടോ, ഈ പറയുന്ന പളനിയിലല്ല. അപ്പോൾ അതിനുശേഷമാണ് ഈ മുരുകഭഗവാന്റെ വിഗ്രഹം തയ്യാറാക്കുന്നത്. അത് ഈ നവപാഷാണം കൊണ്ടാണ്. അപ്പോൾ ഈ ഭോഗർ സിദ്ധരുടെ തന്നെ പാടലുകളുണ്ട്, ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ എഴുതിയതൊന്നും സമൂഹത്തിൽ ഇല്ല, നമുക്കത് ലഭ്യമല്ല. ഇതൊക്കെ ഈ വരുന്ന തലമുറക്ക് ഉപകാരപ്പെടണം എന്ന് കരുതി സൂക്ഷിക്കുന്ന ആളുകൾ കാണിക്കുന്ന, അവർ സൂക്ഷിക്കാതെ നഷ്ടപ്പെട്ടു പോയതാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാവാം. അതൊക്കെ ലഭ്യമായിരുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള ജ്ഞാനം നമുക്ക് അതിൽ നിന്ന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലും അത് പാടില്ല എന്ന് മറ്റു സിദ്ധന്മാർ പറഞ്ഞിട്ട് അദ്ദേഹം അത് അംഗീകരിക്കാതെ, അല്ല ഇത് മറ്റുള്ളവർക്ക് കൂടി ഇത് അറിയണം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയതാണ്. എന്നിട്ട് അതിൽ നിന്നും അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ വിളിക്കുകയും പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും പരമേശ്വരൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ എഴുത്ത് കംപ്ലീറ്റ് അദ്ദേഹം നോക്കിയിട്ട് പരമേശ്വരൻ പറഞ്ഞത്, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകും വിധമല്ല ഭോഗർ ഇത് എഴുതിയിരിക്കുന്നത്. അതേ പാറ്റേണിൽ വരുന്ന, അല്ലെ അതേ ജ്ഞാനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോയിന്നാണ്. അത്രയും പ്രാധാന്യം ഈ ഭോഗർ സിദ്ധരുടെ. അദ്ദേഹത്തിൻ്റെ പാടലിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഈ നവപാഷാണ വിഗ്രഹത്തെ സംബന്ധിച്ചിട്ട് ഒരു നമ്മൾ ശ്ലോകം എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാടലിൽ ആ സാധനം വിവരിക്കുന്നത്. പാങ്കാന പാടാനാം 9നും പരിവാന വിവരം താൻ സൊല്ലൈക്കേട് ഗൗരീഗന്ധി ചീലൈമാൽ ദേവി കൊടുവീരം കച്ചാൽ വെള്ളை പകർകിன்ற തൊട്ടിനോട് ശൂതം ശംഖ് പൂരണമായി നിറഞ്ഞ ശിവശക്തി
നനമാന മനോന്മണി കടാക്ഷത്താലെ നനമാന മനോന്മണി കടാക്ഷത്താലെ നന്നി ഇന്നീ ഒൻപതേയും കട്ട്. ഇതാണ് ആ ഒരു അതിനകത്ത് ഈ 9 പാഷാണവും അതിനകത്ത് പറയുന്നുണ്ട്. ഗൗരി പാഷാണം, ഗന്ധക പാഷാണം. ഗന്ധകം എന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, അത് ഗന്ധകമാണ്. ഗന്ധി, ഗൗരി ഗന്ധി, ശീലൈ പാഷാണം, ഗൗരി ഗന്ധി ശീലൈമാൻ, ദേവി കൊടുവീരം കച്ചാൽ വെള്ളി. അതായത് ഈ 3 പാഷാണം, ഗൗരി പാഷാണം, ഗന്ധക പാഷാണം, ശീലൈ പാഷാണം, പിന്നെ പറയുന്ന ദേവി കൊടുവീര വീരപാഷാണം, കച്ചാൽ പാഷാണം, വെള്ളൈ പാഷാണം. ദേവി കൊടുവീര കച്ചാൽ വെള്ളി. പിന്നെ പറയുന്നത് പകർകിன்ற തൊട്ടിനോട് ശൂതം ശംഖ് പൂരണമായി എന്നാണ്. അതായത് തൊട്ടിപാഷാണം, ശൂതപാഷാണം, ശംഖ് പാഷാണം. ഇങ്ങനെ ഈ 9 പാഷാണം നവപാഷാണം. അതായത് വിഷാംശമാണ്, വിഷങ്ങളാണ് ഇത് മുഴുവൻ. ഓരോ വിഷത്തിൻ്റെയും അളവും കൂട്ടുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും ഈ 9 വിഷാംശങ്ങൾ കൊണ്ട് ഒരു വിഗ്രഹം രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷം 9 മിശ്രിതങ്ങളും കൂടി കൂടുമ്പോൾ ഈ രസവാദ വിദ്യ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അത് ഈ 9 വിഷങ്ങളും കൂടി കൂടുന്ന സന്ദർഭത്തിൽ അത് ഔഷധമായി മാറും. നോക്കണം, അത് ഈ ചെറിയ ജ്ഞാനമൊന്നും പോരാതിന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഈ ആൽക്കമിസ്റ്റാണ്. അതിനേക്കാൾ അപ്പുറമാണ്. നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ വിഗ്രഹം അവിടെ നിർമ്മിച്ച്, ആ വിഗ്രഹം അവിടെ സ്ഥാപിച്ച്, അദ്ദേഹം തന്നെയാണ് ആ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിന് താഴെ അദ്ദേഹത്തിൻ്റെ സമാധി ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അദ്ദേഹത്തിൻ്റെ സമാധി ഉണ്ട്, ഭോഗർസിദ്ധരുടെ സമാധി ഉണ്ട്. മിക്ക ആളുകൾക്കും അത് ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ യാത്രയിൽ കണ്ടത് പല ആളുകളും ആ ഭാഗത്തേക്ക് പോകാതെ തിരിഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭോഗർനാഥ സിദ്ധരെ അവിടെ തൊഴാതെ പോയാൽ അത് വലിയൊരു നഷ്ടമാണ്. അപ്പം അങ്ങനെ അദ്ദേഹം അവിടെ സമാധി, അതിന് താഴെ അദ്ദേഹം സമാധിസ്ഥനായി എന്നാണ്. അപ്പോൾ അദ്ദേഹം താഴെ വേറൊരു വിഗ്രഹം നിർമ്മിച്ചതായിട്ട് പറയുന്നു. അത് ഈ വിസിബിൾ അല്ല, ശരിക്കും നമ്മുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധം ആണ് അത് ഈ പണിത് വെച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും കാലത്ത് അത് പുറത്തു വരും എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാണി സിദ്ധരെയാണ് ഇതിൻ്റെ ചുമതലകളൊക്കെ അദ്ദേഹം ഏൽപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചൈനയിൽ പോയതായിട്ട് പറയുന്നു. ചൈനയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അഗസ്ത്യമുനി അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ചൈനക്കാരെന്നാണ്. ചൈനയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം, അപ്പം ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്നതിനൊരു കാരണം കൂടിയുണ്ട്. അവിടെ ഈ രജോ ഗുണ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ മെമ്മറി പോയി, ഈ മറവി സംഭവിച്ചു, ജ്ഞാനം അദ്ദേഹത്തിൽ നിന്നും എടുക്കപ്പെട്ടു. ഇത് അറിയുകയും പുലിപ്പാണി സിദ്ധർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാണി സിദ്ധർ അദ്ദേഹത്തെ തോളിൽ ചുമന്ന് കൊണ്ടുവന്നു എന്നാണ്. തോളിൽ ചുമന്ന് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള സകല പിന്നെ വിജ്ഞാനങ്ങളും ശിഷ്യനായ പുലിപ്പാണി സിദ്ധർ ഗുരുവിന് മന്ത്രിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഗുരുവിന് ഇത് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ ഗുരു ശിഷ്യന് സമർപ്പിച്ചത് അല്ലെങ്കിൽ ശിഷ്യന് പറഞ്ഞു കൊടുത്ത വിജ്ഞാനം തിരിച്ച് ഗുരുവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് വലിയൊരു പാപമായി മാറുമെന്ന് കണക്കാക്കിയിട്ട് പുലിപ്പാണി സിദ്ധർ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ദണ്ഡ് മുൻപിൽ വെച്ചിട്ട് ആ ദണ്ഡിനോടാണ് ഇദ്ദേഹം, ഈ പുലിപ്പാണി സിദ്ധർ ദണ്ഡിനോടാണ് ഈ വിജ്ഞാനം മുഴുവൻ പറയുന്നത്. അത് പിന്നെ ഈ ഭോഗർനാഥ സിദ്ധർ അത് കേട്ട് വീണ്ടും അത് റീകളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള മഹാവതാർ ബാബാജി ഇന്നും പലർക്കും എന്താ പറയുക, ഒരു യൗവനയുക്തനായിട്ട് തന്നെ പലർക്കും ദർശനം കൊടുക്കുന്ന ഒരു മഹാവതാരം തന്നെയാണ് ബാബാജിയെ സംബന്ധിച്ചിട്ട്. നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ പുലിപ്പാണി പിന്നെ ഈ ഭോഗർസിദ്ധരെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കിതിനെ കുറിച്ചിട്ട് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുക, ഭോഗർസിദ്ധർ. കാരണം ഇവർ ഈ 18 സിദ്ധന്മാരിൽ ആരും ചെറുതുമല്ല വലുതുമല്ല, ഒക്കെ വലിയ എന്താ പറയുക, നമുക്കത് വിവരിക്കാൻ കഴിയില്ല അവരുടെ ഈ 18 സിദ്ധന്മാരെ സംബന്ധിച്ച്. ഇപ്പോൾ അഗസ്ത്യമുനിയാണെന്നുണ്ടെങ്കിൽ അഗസ്ത്യമുനിയെ സംബന്ധിച്ചിട്ട് നമ്മൾ
നമുക്കറിയാൻ കഴിയുന്നത് പിന്നെ ദേവേന്ദ്രനിൽ നിന്നും ശാപം കിട്ടിയിട്ട് അഗ്നിദേവനും വരുണദേവനും ഭൂമിയിൽ വന്ന് ജനിക്കുന്നതും അതൊരു കുംഭത്തിൽ ജനിക്കുന്നതും കുംഭമുനി എന്ന നാമധേയത്തിൽ അഗസ്ത്യമുനി കുംഭമുനി എന്നുള്ള നാമത്തിലാണ് പൊക്കം കുറഞ്ഞ് നല്ല ഉരുണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക്. അങ്ങനെ കുംഭമുനി പിന്നീട് അഗസ്ത്യമുനിയായി മാറുകയും സമുദ്രം വറ്റിച്ചു കുടിച്ചതൊക്കെ നമുക്ക് ആ കഥകളൊക്കെ നമുക്ക് ധാരാളം അറിയാവുന്നതാണ്. അപ്പൊ ഇവരുടെയൊക്കെ ശിഷ്യഗണത്തിൽ വരുന്നത് ഇപ്പൊ ഈ കാലാങ്കിനാഥരുടെ ശിഷ്യനാണ് ഭോഗരസിദ്ധർ. കാലാങ്കിനാഥരെന്നും കലിംഗനാഥരെന്നും ആളുകൾ പറയുന്നുണ്ട്. കാലാങ്കിനാഥരിൽ നിന്നുമാണ് ഭോഗരസിദ്ധർ ഈ ജ്ഞാനങ്ങൾ കൂടുതൽ അദ്ദേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പിന്നെ ഈ ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്ത് ഭോഗരസിദ്ധർ അവിടെ ചെല്ലുകയും അദ്ദേഹത്തിനോട് പ്രത്യേക മമത തോന്നുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും തനിക്ക് കാലാങ്കിനാഥരുടെ മറ്റു ശിഷ്യരിൽ നിന്ന് പോലും പിന്നെ ഈ ഭോഗർനാഥ സിദ്ധർക്ക് ധാരാളം കാര്യങ്ങൾ അവരിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മനസ്സ് ഇച്ഛിക്കുന്നിടത്തേക്ക് മനസ്സ് ചെല്ലുന്ന അതേ വേഗതയിൽ പോലും സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു വിശിഷ്ട ജന്മം തന്നെയായിരുന്നു ഭോഗനാഥ സിദ്ധർ. അപ്പോൾ ഈ നമ്മുടെ ആ യാത്രയിലുണ്ടായിരുന്ന അറിയാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. കാരണം എന്താ വെച്ചാൽ ഈ നമ്മളുടെ ഒരു പഠിക്കാനുള്ള താല്പര്യം അതുവഴി നമുക്ക് കിട്ടുന്നതൊക്കെ ഈ വായനയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. ഈ വായനയല്ലാതെ നമുക്ക് അറിയാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി, നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ യുക്തിവാദവും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് നമുക്കതൊന്നും വിവരിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളൊന്നും വിവരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വിജ്ഞാനം നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ എല്ലാം ഈ വായനയിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നമുക്ക് കിട്ടുന്നതുണ്ട്, അതല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ ചോദിച്ച് കൊണ്ട് നടക്കുന്ന ഘട്ടത്തിൽ നമ്മളറിയാതെ നമുക്കതിനകത്ത് ഉത്തരം കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആള് നമ്മളുടെ മുന്നിൽ വന്ന് അതിന് ഉത്തരം തരുന്ന അവസ്ഥകളുണ്ട്. ഇതൊക്കെ പ്രകൃതിയിൽ ഇതൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു കോസിനാണെന്നുണ്ടെങ്കിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ എല്ലാ കാലവും ഈ ചക്രവാളം ഉള്ള കാലത്തോളം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ നടത്തിയ ഈ മുരുകഭഗവാന്റെ ദർശിക്കാൻ വേണ്ടി നടത്തിയ യാത്ര മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും പളനിയിലൊന്ന് പോകണം, പിന്നെ മുരുകഭഗവാനെ ദർശിക്കാൻ കഴിയുമോ എന്നൊക്കെ ഒരു പ്രയാസം നേരത്തെ ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സംസ്ഥാനം പൂർണ്ണമായും ഒരു പിന്നെ ഭഗവാനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു തമിഴരായിരിക്കും. അവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരാണ്. നമ്മൾ കേരളീയരെ മാതിരിയേ അല്ല. കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവർ അത്യാവശ്യം എന്താ പറയുക, ഒരു ഈഗോ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. മറിച്ച് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭക്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ്. അങ്ങനെ പൂർണ്ണമായ അർപ്പണബോധം, സമർപ്പണം, ഇതൊക്കെ വല്ലാതെ ഉണ്ട്. നമ്മളാ മല കയറുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആളുകളിൽ കുഞ്ഞു മക്കളടക്കം ആ ഒരു മല കയറുന്ന ആ ഒരു എനർജി വല്ലാത്തൊരു എനർജിയാണ്. അപ്പോൾ ആ ഒരു യാത്ര വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു യാത്രയായിരുന്നു, വലിയ അനുഗ്രഹമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് ഈ യാത്രയെ സംബന്ധിച്ചിട്ട് പറയണം. ഈ 18 സിദ്ധന്മാരെ സംബന്ധിച്ചിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് വലിയ പിടുത്തമില്ലാത്തതാണ്. 18 സിദ്ധന്മാരെ കുറിച്ചിട്ടും നമ്മൾ ഓരോരുത്തരും അറിയാൻ ശ്രമിക്കണം. അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനവും അവരുടെ കർമ്മകാണ്ഡമൊക്കെ വല്ലാത്ത നമുക്ക് പറഞ്ഞാൽ തീരൂല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു അവസ്ഥ പറഞ്ഞല്ലോ, ഈ ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 18 സിദ്ധന്മാരുടെയും അവരുടെ തപസ്സിൻ്റെ ഏരിയ. ശരിക്കും ശംഭാല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു സിനിമ വന്നിട്ടുണ്ട്, കൽക്കി എന്ന് പറഞ്ഞ്, ആ സിനിമയിലുണ്ടെന്ന് പറയുന്നു. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ശംഭാല എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശം നേരത്തെ ഉള്ളതാണ്. ഈ മഹാഭാരതത്തിലും അതിനെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ശംഭാല എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെയാണ് ഇവർ ഉൾക്കൊള്ളുന്ന ഈ ശംഭാല. ഈ ഹിമാലയം നിലനിൽക്കുന്നതിൻ്റെ ഒരു 4-5 സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ശംഭാല എന്ന് പറയുന്ന ദേശത്തേക്ക് പ്രവേശിക്കാനുള്ള ഏരിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം
കാര്യങ്ങൾ അതിനകത്ത് നേരത്തെ മുതൽ സംസാരമുള്ളതാണ്. ധ്യാൻഗഞ്ച് എന്നും അതിനെ പറയുന്നുണ്ട്, ഈ ശംബാല എന്ന് പറയുന്ന സംഭവം. ശംബാല ഇതിനിടയ്ക്ക് വരാൻ കാരണം ഇവര് പിന്നെ ഈ 18 സിദ്ധന്മാരും ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ധ്യാൻഗഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ധ്യാനനിമഗ്നനാകുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഏരിയ ആവാം. അത്രയ്ക്ക് പവർഫുൾ ഏരിയ ആണ്. അതിപ്പോൾ പിന്നെ ഈ അന്യഗ്രഹ ജീവികളും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഈ ശംബാല വലിയൊരു പിന്നെ സംസാര വിഷയമായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കൽക്കി എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും അത് കാണണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ള നിലക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മുരുകഭഗവാനെ കുറിച്ച് പറയാൻ കഴിയാവുന്ന ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ തീർച്ചയായും പളനിയിൽ സന്ദർശനം നടത്തണം. ഭോഗസിദ്ധരെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പുലിപ്പാണി സിദ്ധരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മുരുകഭഗവാൻ ഭോഗസിദ്ധരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഇഷ്ടവും ഒക്കെ അവിടെ ആ വിഗ്രഹം പണിയുന്ന സമയത്ത് പോലും വിഗ്രഹത്തിന് ചെറിയൊരു പോരായ്മ വന്നിട്ട് മുരുകഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ പൂർണ്ണ രൂപം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊരു പിന്നെ ഒരു സംഭവം പറയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് മഹാഭാരതം, ഇതിഹാസം, പുരാണം നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം.